അപ്പോൾ ഏത് തരത്തിലാണ് സൈന്യത്തിൻ്റെ ഇടപെടലുകൾ, സേനയുടെ ഇടപെടലുകൾ ശ്ലാഘനീയമെന്ന്, അഭിനന്ദനാർഹമെന്ന് തന്നെ പറയാതെ വയ്യ. 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല ഈ അപകടം നടന്നിട്ട്. അപ്പോഴേക്കും സേനാംഗങ്ങൾ മണിക്കൂറുകളായി അവിടെ എത്തിച്ചേർന്നിട്ട് പലതരത്തിൽ അത് ഏകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നാളെ കൂടുതൽ സേനാംഗങ്ങൾ അവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ഉന്നത സൈനിക ഉദ്യോഗസ്ഥരൊക്കെ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. 2 മെഡിക്കൽ ചെക്ക് പോസ്റ്റ് അവിടെ സ്ഥാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി 2 മെഡിക്കൽ ചെക്ക് പോസ്റ്റ് നാളെ സൈന്യം അവിടെ സ്ഥാപിക്കും. ഇപ്പോൾ എത്തിയിരിക്കുന്ന സൈന്യത്തിന് പുറമെ തിരുവനന്തപുരത്ത് നിന്നുള്ള 2 ബറ്റാലിയൻ ആർമി സൈനിക സംഘം കൂടി രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത് നാളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെത്തുന്നു. വളരെ പ്രധാനപ്പെട്ട പേരുകൾ അതിലെടുത്ത് പറയുന്നത് കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ VT മാത്യു അടക്കമുള്ളവരുടെ പേരുകൾ പറയുന്നു. നാളെ വയനാട്ടിലേക്ക് തിരിക്കുമെന്നുള്ളത്. ഇവർ നേരിട്ട് സൈനിക ഉദ്യോഗസ്ഥർ എത്തി വയനാട്ടിലെ കൺട്രോൾ റൂമിൻ്റെ ചുമതല നേരിട്ട് ഏറ്റെടുക്കും നാളെ. അതായത് ആ രീതിയിലുള്ള സുസജ്ജമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കും. മദ്രാസ്, മറാത്ത റെജിമെൻറ്റുകളിൽ നിന്നൊക്കെ ആയി 140ഓളം പേര് നാളെ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിലേക്ക് എത്തും. അതോടൊപ്പം കൂടുതൽ ഉയരമുള്ള ഒരു താൽക്കാലിക പാലത്തിലേക്ക്, അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കൂടി കടക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഫയർഫോഴ്സും സേനയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക പാലമാണ്. അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള 330 അടിയോളം ഉയരമുള്ള താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ബംഗളൂരുവിൽ നിന്ന് നാളെ രാവിലെ തന്നെ പാലത്തിൻ്റെ ഭാഗങ്ങൾ എത്തിക്കും എന്നുള്ള വാർത്ത വരുന്നു. ബംഗളൂരുവിൽ നിന്നുള്ള സംഘം അതിനായി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആർമി മദ്രാസ് MEGയുടെ ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ 70 വിദഗ്ധരോളമാണ് ഈ പാലം നിർമ്മാണത്തിനായിട്ട് എത്തുന്നത്. ചെറിയ പാലങ്ങൾ, ചെറുപാലങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ദില്ലിയിൽ നിന്ന് നാളെ രാവിലെ എത്തുകയും ചെയ്യും. കണ്ണൂർ വിമാനത്താവളത്തിലാണ് എത്തുന്നത്. അവിടെ നിന്നാണ് കോഴിക്കോട് വഴി വയനാട്ടിലേക്ക് എത്തിക്കുക. ഇനി ഉള്ള വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും തുടരുന്ന പ്രവർത്തനം മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ കവളപ്പാറയിൽ കണ്ടതാണ്, പുത്തുമലയിൽ കണ്ടതാണ്. മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുക അത് കൂടുതൽ ദുഷ്കരമാകുന്ന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. അത് മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ട് 3 സ്നിഫർ ഡോഗുകളെ ദില്ലിയിൽ നിന്ന് എത്തിക്കുന്നുണ്ട്. അത് ആ ഡോഗുകൾ കൂടി എത്തിയ ശേഷം ആ തരത്തിലുള്ള പരിശോധന ഒക്കെയാണ് നടത്തുക. ഏതായാലും മരണം 124ആയി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ 48 പേരെ തിരിച്ചറിഞ്ഞതായിട്ടുള്ള വിധമാണ്.